എത്തിയിട്ടുള്ളത് നെഹദി മന്തിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി വന്നതാണ് കേട്ടോ. അതാണ് കേട്ടോ ബർത്ത്ഡേ ബോയിൻ്റെ ഉപ്പ. അപ്പോൾ നമ്മുടെ വില്ലയിലുള്ള ഒരു ബേബീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മുടെ ചാനലിലും കൂടി ഇട്ടേക്കാം. അപ്പോൾ നെഹദി മന്തി അജ്മാനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലെ സെയിം മന്തിയാണെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഞാൻ നാട്ടിൽ പോയ ടൈമിലാണ് ഇത് ഓപ്പൺ ആയതെന്നാണ് ഇക്ക പറഞ്ഞത് കേട്ടോ. ഇക്കയും കയറിയിട്ടില്ല, ഞാനും ഇവിടെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളെ വില്ലത്തെ എല്ലാ കുട്ടി പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആ കുട്ടീനെ എടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സാണ് കേട്ടോ. ഒക്കെ ഞങ്ങളെ വില്ലയിലുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെ മക്കൾസ്, ഇതാണ് ഞങ്ങളെ വില്ല ഭരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതാണ് ബർത്ത്ഡേ ബോയ് കേട്ടോ. അപ്പോൾ നിങ്ങളോട് പറയാൻ അത്യാവശ്യം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ളൊരു തന്നെ കേട്ടോ. നമ്മളൊരു ഏരിയ ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്തത് നമ്മൾ വില്ലത്തൊരു ആളാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടും കൂടിയാണ്, സജീർ എന്നാണ് പേര്. അതുപോലെ ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ കണ്ടാൽ അറിയാം. നമ്മളെ ബേബീൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അവൾക്ക് ബേബീനെ എടുക്കണം പറഞ്ഞിട്ട് അവളെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ ബേബി. അപ്പോൾ ഇതാണ് ബർത്ത്ഡേ ബോയിൻ്റെ ഉമ്മ, എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ജസ്ന. അതുപോലെ ഞാനും ബേബി, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബേബിയുടെ ഫാനാണ് കേട്ടോ അവൾ. ബേബിനെ ഭയങ്കര ഇഷ്ടമായി, ബേബിനെ കൊണ്ടുപോവാണ് എന്നൊക്കെ പറഞ്ഞ് ബാർബി ഡോളിൻ്റെ പോലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോൾ മോളൂസിൻ്റെ ഹെയർ ബാൻഡ് ഒന്നും മാച്ച് ഒപ്പിച്ച് കിട്ടിയില്ല, പെട്ടെന്ന് പറഞ്ഞ പരിപാടിയാണ് കേട്ടോ. 9 മണിക്ക് നമ്മളോട് പരിപാടി. ഇതാണ് ഞങ്ങളെ വില്ലത്തെ കുട്ടിപ്പട്ടാളങ്ങളൊന്നും കൂടി നിങ്ങളോട് പറഞ്ഞുതരാം. ഞങ്ങൾ വില്ല ഭരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ആ സെൻറ്ററിൽ ഇരിക്കുന്ന ആളാണ് കേട്ടോ, ആ ബ്ലൂ ഷർട്ടാണ് കേട്ടോ നമ്മളെ ബർത്ത്ഡേ ബോയ്. അപ്പോൾ എന്താ പറയുക, അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് വീഡിയോ എടുത്തായ ഫോട്ടോ എടുത്തായ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ അവരിരുത്തിയിട്ട് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അതുപോലെ അപ്പം എൻ്റെ ബേബി അതിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ 2 ആൾക്കാരും കൂടി ബേബിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ UAE വന്നിട്ട് ഇപ്പോൾ 6 ഇയേഴ്സായി. ഇപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിന് ഞാൻ ഇവരോട് ബിഗ് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബർത്ത്ഡേ ബോയിൻ്റെ ഉപ്പയും ഉമ്മയും, അതാണ് ബർത്ത്ഡേ ബോയ്. അപ്പോൾ അവരെ നിർത്താൻ അവർക്ക് ഒരുപാട് കോൾ വരുന്നുണ്ട്, കാരണം അവർ പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. എൻ്റെ മോളെടുത്തിക്കുന്നതാണ് രേഷ്മ, ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാണ്. പക്ഷേ എന്താ പറയുക, അപ്പം പരിചയപ്പെട്ടാണെന്നുള്ളൊരു ഇതുമില്ല. മോളെ കെയർ ചെയ്യാനും മോളെ എടുക്കാനും അവർ മോളെ കയ്യിൽ നിന്ന് താഴ്ത്തി വെച്ചിട്ടില്ല കേട്ടോ. അത്രയും മോളായിട്ട് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുത്തോ, നമ്മൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ്. അപ്പം നല്ല എന്താ പറയുക, നമുക്ക് നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടോ പുതിയ. അതുപോലെ നമ്മൾ 3 ഫാമിലിയാണ് കേട്ടോ വില്ലേന്ന് ഉണ്ടായിരുന്നത്. അതുപോലെ ഇവരടക്കം 4, അങ്ങനെ 4 ഫാമിലീസും പിന്നെ പുറത്തുനിന്നുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു, അതാണ് രേഷ്മ എന്ന് പറയുന്നത്. പിന്നെ 3 ബാച്ചിലറോ 2 ബാച്ചിലേഴ്സോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഐദുവിൻ്റെ ഉമ്മ ഇപ്പം കേട്ടോ. ഐദുവിനെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്കും പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഞങ്ങൾ വില്ല മറിക്കുന്ന ഒരാളാണ് കേട്ടോ ഇത്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ നിൽക്ക്, ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അവർക്ക് നല്ലൊരു മെമ്മറബിളായിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തെടുത്ത്. അങ്ങനെ അവരും പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് വില്ലയിൽ എല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷമാണ് അവരും പറയുന്നത് ഞങ്ങളും എൻജോയ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും ഭയങ്കര ഇഷ്ടമായി. 9 മണിക്ക് പറഞ്ഞാൽ രാത്രി അവർ തീരുമാനിച്ചത് 8 മണിക്കാണല്ലോ. അപ്പോൾ നമ്മളോട് പറയാൻ വരുമ്പോൾ 9 മണിക്കാണ്. 9:50 നെഹദി മന്തിയിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒന്നാമത് നമ്മളെ കയ്യിൽ വണ്ടിയില്ല, മീൻസ് കാറില്ല. കാറ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ കാറില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വേറെ വണ്ടി എടുക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ കാറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മോളായിട്ട് രേഷ്മ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ കേക്ക് വേണം, കേക്ക് തിന്ന് വയറിറക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ടീഷർട്ടാണ് ഞങ്ങൾ പറയുന്ന ഐതു ഞങ്ങളെ വില്ലയിലൊരു എന്താ പറയുക, വില്ല ഇളക്കി മറിക്കണ ഒരാളാണ് കേട്ടോ. എല്ലാ റൂമിലും അവനെത്തും. അപ്പോൾ അവന് പറഞ്ഞ് അവനക്ക് അവൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ കേക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ അത് കൊടുത്തോ പറഞ്ഞു. അങ്ങനെ അവൻ ഓരോ ഫ്രണ്ട്സിനും കേക്ക് കട്ട് ചെയ്യുന്നത് കൊടുക്കുന്നു, അവൻ തന്നെ കട്ട് ചെയ്യുന്നു, അവൻ തന്നെ കൊടുക്കുന്നു. അവന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞ് ഞാൻ നല്ല ഹാപ്പിയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതുപോലെ ഇക്ക അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാനിപ്പുറത്തുണ്ട്. അങ്ങനെ എന്താ പറയുക, നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങളത്.
ഇതാണ് സെജീർ അവന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ഇരുന്ന് കഴിക്കുന്നുട്ടോ കേക്ക്. ഇതാണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ മോളൂസ്. അവളും നല്ല മോളാണ്, മറ്റേത് സെജീറിൻ്റെ മോളാണ്. അവളും നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുത്തിട്ട് ഇങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ഒരുപാട് ബേബീസ് ഉള്ള കാരണം നമുക്ക് ടൈം പോകണത് അറിയില്ല കേട്ടോ. വൈകിട്ട് എല്ലാവരും ഉണ്ടാകും പുറത്ത്, ചിലപ്പോൾ നട്ടുച്ചക്കും ഉണ്ടാകും. ഇവരെല്ലാവരും പുറത്തുള്ള കാരണം ഇവരെല്ലാവരായിട്ടും നമ്മൾ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരെ വേറൊരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഗിഫ്റ്റൊക്കെ ആയിട്ടോ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, കാരണം ഞങ്ങൾക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ വണ്ടിയില്ല കയ്യിൽ. ആകെ ഞങ്ങൾ പോണോ വേണ്ട വെച്ചിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉപ്പാൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, അവൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ട്സാണ്. ഇതാണ് മുർഷി, മറ്റേത് സെജീർ. അതുപോലെ ഇവരൊക്കെ പുതിയതായിട്ട് നമ്മൾ പരിചയപ്പെട്ടതാണ് കേട്ടോ. പക്ഷെ ആർക്കും അങ്ങനെ ന്യൂ ആയിട്ട് പരിചയപ്പെട്ടതായിട്ട് ഒരു ഫീലിങ്ങും ഇല്ല കേട്ടോ. ഇതാണ് നമ്മൾ ഐദുവിൻ്റെ ഉമ്മ, മറ്റേ നമ്മളെ മോളൂസാണ് കേട്ടോ. ഇത് മുർഷിദ് എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളെ റൂംമേറ്റാണ്. അതുപോലെ രേഷ്മനെ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ രേഷ്മ മാഷാഅല്ലാഹ് നല്ല എന്താ പറയുക, നമ്മളപ്പോൾ പരിചയപ്പെട്ടാന്നുള്ള ഒരു ഇതും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ സൂപ്പാണ് എത്തിയത്. ഒരുപാട് ഫുഡ് എന്തൊക്കെയോ ചിക്കൻ ചില്ലീൻ്റെതൊക്കെ ചില്ലി ഫ്ലേവറുള്ള മന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോയിൽ കുറച്ച് ഭാഗമായിട്ട് എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് ബേബി സൈഡിൽ കിടക്കുന്ന കാരണം ഓവർ നീറ്റിട്ട് വീഡിയോ എടുക്കാനൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഡിയോസ് ഒരുപാട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്ക അവരായിട്ടൊക്കെ നല്ല കമ്പനിയായി സംസാരിച്ച് കാണുമ്പോൾ, കാരണം കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഇതിലൊക്കെ പങ്കെടുക്കുന്നത് കേട്ടോ. UAE മോളൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് സലാഡും ഫസ്റ്റ് സൂപ്പും കൊടുന്നു. പിന്നെ പെരി ചിക്കന്, ഹണി ചിക്കന് അതൊക്കെയാണ് കേട്ടോ. ഹണി ചിക്കനാണ് നമ്മളെ സൈഡിലേക്ക് ഉണ്ടായിരുന്നത്. ഹണി ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഹണി തന്നെയാണ് കേട്ടോ ഞാനും കഴിച്ചത്. പിന്നെ സാദാ മന്തി ഉണ്ടായിരുന്നു, അതുപോലെ ഗ്രീൻ ചില്ലി മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചത് കഴിഞ്ഞ പാടുതാ നല്ല അടിപൊളി ലുക്കൈമാത്ത് കൊടുന്നു. പിന്നെ നല്ലൊരു അടിപൊളി സുലൈമാനി ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളിത് കാണുന്നുണ്ടാവും, ഇതൊക്കെ ഞങ്ങൾ കഴിച്ചതാണ് ഗെയ്സ്. നിങ്ങൾ ഈ ഒരു തല തൊട്ടൊരു തല വരെ ഉണ്ട് പ്ലേറ്റും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ മക്കൾസ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ദമ്മടിച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും പിടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഒരു ഹായ് ഒക്കെ പറയും നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ ഗായ്സ്. ഇതാണ് ഞങ്ങൾ ലേഡീസ് ടീം. താങ്ക് യു.